മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന 4 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളാണ് ഏറ്റവും വലിയ വിജയി. എന്നാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്ന 4 കാര്യങ്ങൾ മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് കാണാം. ഒന്നാമത്, എൻ്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് പേടിയില്ലാത്ത ആൾ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി എപ്പോഴും നമ്മളെ കൽബിലുണ്ടാകണം. നമുക്ക് അങ്ങനത്തെ പേടി ഉണ്ടാവില്ല. അതെന്തെങ്കിലും അശ്ലീലതയിൽ പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടോ അങ്ങനെ നാം മനസ്സിൽ ആ തെറ്റുകളിലേക്ക് പോകും. ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി നമുക്ക് എപ്പോഴും വേണം. അങ്ങനെ പേടിയില്ലാത്തവർ ആണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, മറ്റുള്ളവരെ പരിഹസിക്കുന്ന ആളുകൾ. മറ്റുള്ളവരിങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. എന്ത് പറയുമ്പോഴും മറ്റുള്ളവരെ പരിഹസിക്കുന്ന ആളുകൾക്ക് ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊന്നാണ്, നിസ്കാരത്തിൽ ഒരു ജാഗ്രതയുമില്ലാത്ത ആളുകൾ. ഒരു നിസ്കാരം ഖളാ ആയാൽ പേടിയില്ല. ഒരു ദിവസം 5 വക്ത് നമസ്കാരം നമുക്കുണ്ട്. ആ 5 വക്ത് നമസ്കാരത്തെക്കുറിച്ച് ലവലേശം പോലും പേടിയില്ലാതെ അത് ഖളാ ആയാൽ പ്രയാസമില്ലാത്ത ആളുകൾ. അതേ സ്ഥാനത്ത് നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്കാരം ഒഴിവായാൽ വലിയ പ്രയാസമായിരിക്കും, വലിയ ദുഃഖമായിരിക്കും. എന്നാൽ നിസ്കാരത്തെ ലാഘവത്തോടെ കാണുന്ന ആളുകൾ, നിസ്കാരത്തെ നിസ്സാരമായി കാണുന്ന ആളുകൾ, അവരുടെ ഈമാനെക്കുറിച്ച് അവർ പേടിക്കേണ്ടതുണ്ട് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും നിസ്കരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 4-മതായി മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ. അത് കള്ളുകുടിയാകാം, അല്ലെങ്കിൽ MDM ആകാം, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ആകാം, അല്ലെങ്കിൽ സിസറ് പോലെയുള്ളതായ കഞ്ചാവാകാം, അതുപോലെ എന്താവാം, ഹാൻഡ്സ് ഇപ്പോൾ ഈ ചുണ്ടിലൊക്കെ വെച്ചുകൊണ്ട് ലഹരി നേടുന്ന ആളുകളുണ്ടാവും, അതാകാം. അങ്ങനെ ലഹരി പദാർത്ഥങ്ങളെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ ഈമാൻ കളങ്കപ്പെടാനും ഈമാനില്ലാതെ മരിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ മക്കളെയൊക്കെ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ലഹരിയെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ശ്രദ്ധാപൂർവം ഇതൊക്കെ ഓർത്തു വെക്കേണ്ടതാണ്. അല്ലാഹു തൗഫീഖ്